Welcome back to another video. May 15th കാക്കുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി അതിനൊരു സർപ്രൈസ് വാങ്ങിയിരുന്നു, പക്ഷെ അത് പാളിപ്പോയി. എന്താ ഡെലിവറി ചെയ്തത് നൈസായിട്ടൊന്ന് പാളി, കാക്കു കണ്ടു, അങ്ങനെ അത് കൊളായി. അപ്പോൾ ഇറ്റ്സ് ഓക്കെ. ഞാൻ എന്തെങ്കിലും വേറൊരു സംഭവം എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും കൂടെയൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഗോദ്രേജ് പ്ലാസിൽ വന്നതാണ്. അപ്പോൾ 6 മണിയൊക്കെ ആകുമ്പോൾ അർബൻ പ്ലാനറ്റ് ക്ലോസ് ചെയ്യും തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ സൈക്കിളിലാട്ടോ വന്നേ. അപ്പോൾ ഇവിടെ എത്തി. ഞാൻ ഒട്ടും വയ്യ, എനിക്ക് ചാകാൻ ജീവല്ലായിരിക്കോ, സുഖമില്ലാതിരിക്കുകയാണ്. പക്ഷെ ഇന്ന് ഞാൻ വന്നിട്ടില്ലെങ്കിൽ എനിക്കിനി വരാനേ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്ന് വന്നത് കഷ്ടപ്പെട്ട്. അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ. ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ അവിടെ എത്തി സാധനം മേടിക്കണം. അത്രേ ഉള്ളൂ. അർബൻ പ്ലാനറ്റിൽ എത്തിട്ടോ. അയ്യോ, പോയി നോക്കട്ടെ. അങ്ങനെ നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞു. ചുളവിൽ എനിക്ക് ഒരു ഷർട്ടും വാങ്ങി ഗൈസ്. അപ്പോൾ കീറി പോക്കറ്റ് കീറി പാപ്പരായി. ഇനി എനിക്ക് ഒന്നിനും ആവതില്ല മീൻ. അപ്പോൾ എപ്പോഴെങ്കിലും അല്ലല്ലേ, ഇറ്റ്സ് ഓക്കെ. അങ്ങനെ നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞു. ലുക്ക് അറ്റ് ദിസ്. ഇനി പോട്ടെ, സൈക്കിൾ ചവിട്ടി പോകണം, അതാണ് ഒരു പ്രശ്നം. നല്ല വെയിലുമാണ്, പക്ഷെ നടക്കണേക്കാട്ടിലും സുഖാട്ടോ. ഇങ്ങോട്ട് സ്റ്റീപ്പേനും അങ്ങോട്ട് സ്ലോപ്പാണ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. നല്ല വെയിലാണ് ഗൈസ്, കരിഞ്ഞു പോകും തോന്നുന്നുണ്ട് ഞാൻ. അയ്യോ, ആക്ച്വലി ഞാൻ വിചാരിച്ചത് സമ്മറാണെങ്കിലും തണുത്ത കാറ്റുണ്ടാവും എന്നാണ്. ചതിക്കപ്പെട്ടു ഗൈസ്. വിലക്കിയില്ല, നല്ല ചൂട്. അതിൻ്റെ ഇടയിൽ കൂടി കുതാമും കൂടി ഇട്ടിട്ട് എനിക്ക് ചുട്ടിട്ട് വയ്യ. കണ്ടോ, സൂര്യൻ നിന്ന് കൊഞ്ഞനം കുത്തുന്നു. പണ്ട് ഞാൻ സൂര്യ ഇടപെടടാ എന്ന് പറഞ്ഞ പ്രതികാരമാണ് കേട്ടോ. കുഴപ്പമില്ല. അപ്പോൾ പർച്ചേസൊക്കെ കഴിഞ്ഞു, ബർത്ത്ഡേ പർച്ചേസ് കഴിഞ്ഞു. ഇനി ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒളിപ്പിച്ച് വെക്കണം. അതാണ് വൻ വിഷയം. ഈ സാധനങ്ങളൊക്കെ കൂടെ ഞാൻ എവിടെ ഒളിപ്പിക്കും? ഞാൻ എന്താ മേടിച്ചതെന്നൊക്കെ ഉള്ളത് ബർത്ത്ഡേ വീഡിയോയിൽ പറയട്ടെ. ഞാൻ അങ്ങനെ ബർത്ത്ഡേ വീഡിയോ എടുക്കണം എന്നുള്ള പ്ലാനൊന്നും ഉണ്ടായില്ല. പിന്നെ വിചാരിച്ചു എടുക്കാം, എല്ലാം എടുക്കണതല്ലേ. അങ്ങനെ ആണ് എൻ്റെ സൈക്കിൾ. മഴ പെയ്ത് ആകെ ചീഞ്ഞിരിക്കുകയാണ്. ഇത് ഞാൻ എവിടെ കുളത്തും പഠിച്ചോനെ, നോക്കട്ടെ. അപ്പോൾ ശരി ഗൈസ്, ബാക്കി വീഡിയോ ഇത് കൊടുക്കണമെന്ന് കാണാം. ബൈ ബൈ. അങ്ങനെ ഞാൻ പോയി വന്നു. നല്ല ചൂടാണ് കേട്ടോ. ഞാൻ തണുപ്പുണ്ടാവും, ജാക്കറ്റ് എടുക്കണില്ലല്ലോ, അപ്പോൾ ഇത് ഇടാന്ന് വിചാരിച്ചിട്ട് ഞാനിതിൻ്റെ ഉള്ളിൽ സ്റ്റീമായി, ഷെറിൻ സ്റ്റീംഡ് കഴിക്കാൻ പറ്റുന്ന കോലത്തിലായി. അപ്പോൾ ഞാൻ എന്താ വാങ്ങിച്ച് കാണിച്ചത്. എന്തായാലും വീഡിയോ എടുക്കുമ്പോൾ രാത്രി ആയിരിക്കും, ബർത്ത്ഡേ വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ പിന്നെ ഒന്നും വൃത്തിക്ക് കാണിക്കാനൊന്നും പറ്റില്ല, അപ്പോൾ അന്തം വിട്ടിട്ടേ ഇരിക്കും. അപ്പോൾ ഞാൻ എന്താ മേടിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ടിത് ഒളിപ്പിച്ച് വെക്കാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കണം, അതാണ് മെയിൻ.
അപ്പോൾ ഇനി ഇത് മാറ്റേണ്ടി വരുമെന്നൊന്നും എനിക്കറിയില്ല. ഞാനൊരു കമ്മട്ടത്തിൽ എടുത്തതാണ്. കാരണം കാക്കുവിന് പലതും പല സൈസൊക്കെ ആയിരിക്കും. ചിലത് നല്ല സൈസ് വേണ്ടി വരും, ചിലത് വേണ്ടി വരില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതാണൊരു കുപ്പായം. അയ്യോ, ഇത് ഞാൻ ആദ്യം കുറച്ച് ചെറിയ സൈസാണ് എടുത്തത്. പിന്നെ എനിക്ക് തോന്നി വലിപ്പം ഉണ്ടാവില്ല എന്ന്. അങ്ങനെയാണ് ഇതെടുത്തത്. നോക്കൂ, കുറച്ച് നല്ല വലിപ്പമുണ്ട്. ഞാൻ എൻ്റെ വീതി അല്ല എൻ്റെ ഇറക്കമൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ എടുത്തത് ഈ കുപ്പായം. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് മെറ്റീരിയൽ, അങ്ങനെ കുഴഞ്ഞ് നിൽക്കുന്ന മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ കുറേ ഉണ്ടായിരുന്നു കാക്കുന് ഇങ്ങനത്തെ പല 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 സാധനങ്ങൾ. പക്ഷേ എല്ലാം നശിച്ചു പോയി. പിന്നെ ഇപ്പോൾ സമ്മർ ആയല്ലോ, പിന്നെ വിൻ്ററിൽ നമ്മൾ ഇങ്ങനത്തെ ഒന്നും ഉപയോഗിക്കില്ല. പ്രത്യേകിച്ച് ടീഷർട്ട് ഇടുമ്പോഴും ഷർട്ട് ഇടില്ല നമ്മൾ, കാരണം ജാക്കറ്റിൻ്റെ ഉള്ളിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇനി ഇപ്പോൾ സമ്മർ ആയല്ലോ, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈപ്പ് എടുത്തത് കേട്ടോ. ഇത് സൈസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് കുറച്ച് മെസ്സിയായിട്ട് ലൂസായിട്ട് കിടക്കുമ്പോഴാണല്ലോ രസം ഉണ്ടാവുക പൊതുവേ. പിന്നെ ഒരു വൈറ്റ് എടുത്തു. അപ്പം അങ്ങനെ വൈറ്റ് ഒന്നുണ്ട്, പക്ഷെ അതൊരു ദാരിദ്ര്യം പിടിച്ചൊരു ലുക്കില്ലാത്ത സാധനമാണ്. അപ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള ഒരു സാധനം എടുത്തു. ഇതിൽ കാണുമ്പോൾ കുറച്ചും കൂടി സൈസുള്ള പോലെ ഉണ്ട്. പിന്നെ എനിക്കും കൂടി വെച്ചിട്ടാണ് തോന്നുന്നു. ഇത്ര സൈസൊന്നും ഇല്ല ഇത് കാണാൻ. നോക്കൂ, കാണുന്നുണ്ട്. നല്ല നല്ല രസമല്ലേ ഇത്? ഒരു നല്ല ഭംഗിയുള്ള ഒരു സൈസ് ഉണ്ട്. ഇതിൻ്റെ ഇറക്കം ഇതൊക്കെ എനിക്ക് ഇട്ടതിനാലേ അറിയുള്ളൂ. ഞാൻ ചോദിച്ചിട്ടുണ്ട് റിട്ടേൺ പോളിസി. അപ്പോൾ 15 ദിവസത്തെ റിട്ടേൺ പോളിസി എന്തുണ്ട്. ഇന്നിപ്പോൾ 13-ാം തീയതി അല്ലേ, നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ എന്തായാലും ഇട്ട് നോക്കിയിട്ട് അളവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പോയി മാറ്റാം. പിന്നെ ഒരു പാൻറ്റ് വാങ്ങി. ഇങ്ങനത്തെ ഒരു പാൻറ്റ്, ഇതിൻ്റെ വൈറ്റ് ഒന്ന് കാക്കൂനെ ഞാൻ ഓൾറെഡി വാങ്ങിനി. ഒരു കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ സൈസിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഞാൻ വേറൊരു കളർ കണ്ടു, അത് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇതാകുമ്പോൾ കാക്കൂന് എപ്പോഴും യൂസ് ചെയ്യാം, വർക്കിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുക. ഒരുവിധം എല്ലാത്തിനെയും കൂടെ പോകുമല്ലോ. പിന്നെ അതിൽ സൈസും എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതിന് കെട്ടാവുമ്പോഴേ നമുക്ക് ടൈറ്റ് ചെയ്യാനും, ഇനി കുറച്ച് ലൂസാണെങ്കിലും ടൈറ്റ് ചെയ്യാമല്ലോ. അത് കെട്ടല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇനി എങ്ങാനും കൂടുതലാണെങ്കിൽ പണി പാളൊന്നും വിചാരിച്ചിട്ട് പിന്നെ അത് വാങ്ങിയില്ല. ബ്ലാക്ക് തന്നെ വാങ്ങി. ബ്ലാക്ക് കാക്കൂന് അങ്ങനെ പാൻറ്റില്ല, പിന്നെ ബ്ലൂ ജീൻസാണ് ഒരുപാട്. പിന്നെ ഞാൻ പിന്നെ എന്തായാലും ജോലിക്കൊക്കെ പോലെ തുടങ്ങിയതല്ലേ, എനിക്കൊന്ന് വാങ്ങി. നോക്കൂ, നല്ല സുഖമുള്ളൊരു നല്ലൊരു തുണിയാണ് കേട്ടോ. അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു തുണി. ഇനി ഇത് കാക്കൂന് അത് കൊടുക്കോളം എനിക്കും ഇത് ഇടാൻ പറ്റൂലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട് എനിക്ക്. കൈയൊക്കെ ഉണ്ടോ, ഫുൾ സ്ലീവുള്ള ഒരു കൈ. ഞാൻ ആദ്യം ഒരു നമ്മൾ സാധാ ഹുഡി പോലത്തെ അങ്ങനത്തെ ഒന്നും എടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇപ്പം നല്ല ചൂടുണ്ട്. ഇതിട്ട് പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണ് ഇത് വാങ്ങിയത്. ഇവിടെ ചെറിയൊരു കട്ടിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇഞ്ചി ചെയ്ത് ഇടാം, അല്ലാണ്ട് ഇടാം. അത് നല്ല രസമുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഒരു ക്ലച്ച് ക്ലിപ്പ് വാങ്ങി. ഇത് സംഭവം എൻ്റെ അടുത്തൊന്നുണ്ട്, ഞാനിപ്പോൾ യൂസ് ചെയ്തതാണ്. അത് ഞാൻ നാട്ടിൽ നിന്ന് സുഡിയോയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്നോ കാലം വാങ്ങിയത്. നാട്ടിലിരിക്കുന്ന സമയത്ത് സുഡിയോന്ന് ഏതോ കാലം വാങ്ങിയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്കറിയില്ല, ഒറ്റൊന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരുപാട് ഉണ്ടായാലാണ് എല്ലാം മിസ്സാവുക. ഞാനിത് ഒരു 2 വർഷത്തിൽ കൂടുതലൊക്കെ ആയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മിസ്സായിട്ടൊന്നുമല്ല. അപ്പം ഇനി എനിക്ക് മിസ്സായാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. ഇത് വാങ്ങിയതുകൊണ്ട് എന്തായാലും അത് മിസ്സാവുന്നുള്ള കാര്യം ഉറപ്പാണ് എനിക്ക്. എന്നാലും എനിക്കൊന്ന് മാറ്റിയൊക്കെ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. പിന്നെ ഈ സെക്ഷനിൽ നമ്മൾ എന്ത് മേടിച്ചു കഴിഞ്ഞാലും വേറൊന്നും മേടിക്കുകയാണെങ്കിൽ ഒരു സാധനത്തിന് 50% ഡിസ്കൗണ്ടിലോ $1 അങ്ങനെ എന്തോ കിട്ടുന്ന ഒരു പരിപാടി ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങനത്തെ കുഞ്ഞ് ബണ്ണാളും മേടിച്ചു. അത് കുറച്ച് അധികം ഉണ്ടത്, പക്ഷെ നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇതിന് $8, ഇതിന് $6. അപ്പോൾ ഇതിൻ്റെ ബില്ലെടുത്തിട്ട് ഇതിനെന്തെങ്കിലും ഡിസ്കൗണ്ട് തരാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. എന്തായാലും അങ്ങനെ അത്രക്കുള്ളൂ ഇന്നത്തെ പർച്ചേസ്. ഞാൻ വിചാരിച്ചിങ്ങനെ കുറച്ച് പൈസ കൂടി, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ പറഞ്ഞില്ല കാക്കു ഞാൻ ഗിഫ്റ്റൊക്കെ വാങ്ങിയത്. അത് ആകെ കൊളമായി. കാരണം ലോബിയിലാണ് ഡെലിവറി ഒക്കെ പൊതുവെ വെക്കല് പോലെ എന്താണാവും. മറ്റേ ഫുഡൊക്കെ ഓർഡർ ചെയ്ത പോലെ എൻ്റെ ഡോറിൻ്റെ മുന്നിൽ തന്നെ കൊണ്ടുവന്ന് വെച്ച് കാക്കു അത് തുറന്നപ്പോൾ അത് കണ്ടു. ഞാനാണെങ്കിൽ ശ്രദ്ധിച്ചതുമില്ല. തലേന്ന് വരെ ഞാൻ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണ്ടേ. അന്ന് രാവിലെ ഞാൻ നോക്കില്ല, ഞാൻ വിട്ടുപോയി. അത്ര രാവിലെ എന്തായാലും വരില്ല എന്നുള്ള ഉറപ്പിലായിരുന്നു ഞാൻ ഇരുന്നത്. പക്ഷേ അത് കണ്ടു. പിന്നെ അതെനിക്ക് മൂഡ് പോയി. അതിൽ പിന്നെ സാധനം ഓൾറെഡി നമ്മൾ പിറ്റേത് അന്ന് രാത്രി കാക്കു വന്നപ്പോൾ അത് എന്തായാലും പൊട്ടിച്ചു. പിന്നെ അപ്പോൾ എന്താ അതിൽ സർപ്രൈസ് കാക്കുവിന് മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ പാക്കിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താന്ന്. അപ്പോൾ അതെന്താന്നുള്ളത്, എന്തേനു ആ സാധനം എന്നുള്ളത് ഞാൻ ബർത്ത്ഡേൻ്റെ അന്ന്
പൊട്ടിക്കാം. ആ ഒരു സാധനം എന്തെങ്കിലും എന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. കേക്കൊക്കെ വാങ്ങുമെന്ന് എനിക്കറിയില്ല, കാരണം എനിക്കിനി വാങ്ങാനും ഒന്നും എനിക്ക് ടൈമില്ല. നാളൊന്നും പറ്റൂല, എനിക്ക് മറ്റന്നാൾ പരിപാടിയാണല്ലോ. കേക്ക് എന്തായാലും കാക്കൂനെ കൊണ്ട് വാങ്ങിപ്പിക്കേണ്ടി വരും. ഇതെന്തായാലും കാക്കൂൻ്റെ സർപ്രൈസ് ആവുമായിരിക്കും. ഇതെങ്ങനെ സർപ്രൈസ് ആയാൽ മതി. ഞാൻ ഇതവിടെയെങ്കിലും ഒളിപ്പിച്ചേക്കട്ടെ. പത്രമുള്ള ഗസ്റ്റ്. ബൈ ഗൈസ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് 14-ാം തീയതി ആട്ടോ ഡേറ്റ്. ഞാൻ കേക്ക് മേടിക്കണോ വേണ്ടേ എന്നുള്ള ഡൗട്ടിലായിരുന്നു സത്യത്തിൽ. കാരണം ഇവിടെ അടുത്തൊന്നും കേക്ക് ഷോപ്പൊന്നും എനിക്കറിയില്ല. പിന്നെ ദൂരെ പോയി മേടിക്കാനുള്ള ആവത് എനിക്കില്ല. വയ്യ, എനിക്ക് സുഖമല്ല 2-3 ദിവസമായിട്ട്. അപ്പോൾ പിന്നെ വിചാരിച്ചു ഏതായാലും കുഴപ്പമില്ല, അവിടെ അടുത്ത് എവിടെയെങ്കിലും വല്ല കേക്ക് ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് മേടിക്കാം എന്നുള്ള പദ്ധതിയിൽ ഇറങ്ങിയതാണ്. ഞാനൊന്ന് ഓഫ് എടുത്തിക്കാണ്. എനിക്ക് വയ്യാത്തതുകൊണ്ട് റെസ്റ്റ് എടുക്കേണ്ട ദിവസമാണ് ഞാൻ ഈ കാണുന്നത് തിണ്ടുന്നത് കേട്ടോ. അയ്യോ, എൻ്റെ മയിലാളി ഞാൻ എന്നെ കാണുമോ? അപ്പോൾ അതേപോലെ വേറൊരു ചെറിയ പ്ലാനും കൂടി ഉണ്ട്. കേക്കിൻ്റെ കൂടെ തന്നെ വേറൊരു ചെറിയ പ്ലാനും കൂടി ഉണ്ട് എനിക്ക്. അത് നടക്കുമെന്നറിയില്ല. അത് നടക്കുകയാണെങ്കിൽ ഞാൻ പറയാം, ഇല്ലെങ്കിലും പറയാം. അപ്പോൾ ഞാനൊരു കേക്കിൻ്റെ ഷോപ്പ് തപ്പി നടക്കുകയാണ്. നോക്കട്ടെ, ഇവിടെ അടുത്തെവിടെയോ ഞാനൊന്ന് കണ്ടു. പക്ഷേ എനിക്കത്ര ഷുവറല്ല അതിൽ കേക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. എനിക്കത്ര ഷുവറല്ല. എന്നാലും പോയി നോക്കാം. നല്ല വെയിലാട്ടോ, ഒടുക്കത്തെ വെയിലാണ്. 26 ഡിഗ്രി ഒക്കെയാണ്. അപ്പോൾ ഒരുക്കി തരാന്നാൽ മതിന്, കുട എടുത്താൽ മതിന്, അത്രയ്ക്ക് ആലോചിച്ചില്ല. എന്തായാലും പോയി നോക്കാം. ഗൈസ്, കിട്ടിപ്പോയി. കേക്ക് കിട്ടിപ്പോയി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ കിട്ടുമെന്ന്. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഷോപ്പിൽ ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ കേക്ക് ഉണ്ട്. ഞാൻ പീസ് കേക്ക് മേടിക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് ഭയങ്കര ടൈനി, കുഞ്ഞത് തീരല്ല. അപ്പോൾ ഓക്കെ, ഞാനൊരു കേക്ക് മേടിച്ചു. ചെറിയ കേക്കാ, ബട്ട് ഫൈൻ, കുഴപ്പമില്ലാത്ത സൈസ് ഉണ്ട്. ഈ ക്ലിപ്പച്ച കവർ കണ്ട് പേടിക്കണ്ട, ഓരോരുത്ത് കവർ ഉണ്ടായില്ല. ഞാൻ വേറൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് കവർ എടുത്തതിനായി കിട്ടിച്ചു. കാക്കൂൻ്റെ പ്രാവശ്യത്തെ ബർത്ത്ഡേയിൽ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, സംഭവം നമ്മൾ ബർത്ത്ഡേക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് കുറേ ഗിഫ്റ്റൊക്കെ വാങ്ങിയൊക്കെ ശരിയാണ്. പക്ഷെ എനിക്കെപ്പോഴും ഹാൻഡ് മെയ്ഡായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പൈസ കൊടുത്ത് എന്തെങ്കിലും മേടിക്കുന്ന പോലെയല്ലോ, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ നമ്മളെ കൈകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനം ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി സ്പെഷ്യലായിരിക്കും. എനിക്കെപ്പോഴും അങ്ങനെയാണ് കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഗിഫ്റ്റ് എനിക്ക് കിട്ടാനും ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം എന്തായാലും ഒരു ഫ്ലവർ ബൊക്കെ, ഒരു നല്ലൊരു ബൊക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓൾറെഡി നമുക്കിവിടെ സമ്മറായി, അത്യാവശ്യം നന്നായിട്ട് പൂക്കളും ഇലകളും ഒക്കെ നല്ല പച്ചപ്പും ആകെ മൊത്തത്തിൽ പുഷ്പിച്ചിരിക്കുന്നൊരു സമയമാണല്ലോ. അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്ക് യാർഡിൽ തന്നെ ഇപ്പോൾ ഇതുപോലെ ഒരുപാട് പൂക്കൾ നന്നായിട്ട് വിരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ തന്നെ സ്വന്തമായിട്ട് കുറച്ച് പൂക്കളും കുറച്ച് ഇലകളും എല്ലാം കൂടെ ഒക്കെ പറിച്ചിട്ട് ഒരു ചെറിയൊരു ബൊക്കെ കാക്കൂന് സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളൊരു ഐഡിയ. അതെൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളും എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ചിലപ്പോൾ അത് ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ എന്ന്. അപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് ക്ലിക്കായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ അങ്ങനെ ഒരു ബൊക്കെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് കേക്കൊക്കെ വാങ്ങിയതിന് ശേഷം ഞാനിതേപോലെ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് ഞങ്ങളെ ബാക്ക് യാർഡാണ് ഇത്. അവിടെ മൊത്തം നല്ല മഞ്ഞ കളറിൽ പൂക്കൾ നല്ല ഭംഗിയിൽ വിരിഞ്ഞിരിക്കട്ടെ. വേറെ പൂക്കളൊക്കെ ഉണ്ട്, പക്ഷേ ഇതാണ് കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ട് നന്നായിട്ട് കാണുന്നത്. അപ്പം ഞാൻ അവിടുന്ന് പൂക്കളും പിന്നെ പോരുന്ന വഴിക്കുന്ന കുറച്ച് നല്ല ഭംഗിയുള്ള കുറച്ച് ലീഫും എല്ലാം പറിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് വെച്ചിട്ട് ഞാൻ കാക്കൂന് നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊരു ബൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടോ. കാക്കൂന് അത് ഭയങ്കര ഇഷ്ടമാവും ചെയ്തു. അപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പിയായി. അത് മുമ്പ് കാക്കു ഇതേമാതിരി ഞാൻ എന്നോ കൊടുത്തൊരു ബൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയ ജാറാണ്. അപ്പോൾ ഇതിൽ ഞാൻ വെള്ളം നിറച്ചിക്കണു. ഇതിൽ നമുക്ക് ഈ ജാറിൽ നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് ഇതിനെ നമുക്കിത് വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അതാകുമ്പോൾ പിന്നെ പൂവ് വാടില്ലല്ലോ. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതൊന്ന് താട്ടട്ടെ, എന്നാലേ നമുക്ക് കാണാം.
എനിക്കിത് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് എനിക്കും എൻ്റെ അനിയത്തിക്കും ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ ചെറിയ ക്രാഫ്റ്റ് അത് ചെയ്യുന്ന ഒരു ഫീല്, ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ഒരു ഫീൽ എനിക്ക്. ഇതൊക്കെ ഞാൻ ഓൾറെഡി വാങ്ങിച്ച ബൊക്കേൻ്റെ പേപ്പേഴ്സും അതേപോലെ വേറെ എന്തൊക്കെ വാങ്ങിയപ്പോൾ കിട്ടിയ പേപ്പേഴ്സൊക്കെ കൂടെ കൂടിയിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു ബൊക്കേക്ക് ഇങ്ങനെ നടക്കണമെന്ന് എനിക്കറിയില്ല. അങ്ങനെയുണ്ട്. സോ ഗൈസ്, നമ്മൾ ഒരുവിധം എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സമയം ഏകദേശം 11:15 കഴിഞ്ഞിട്ടോ. 11:30 ആകുമ്പോഴത്തേന് കാക്കു ചിലപ്പോൾ എത്തേണ്ടതാണ്, അല്ലെങ്കിൽ മാക്സിമം ഒരു 11:45 അതിൻ്റെ ഉള്ളിൽ എന്തായാലും വരും. അപ്പോൾ ഞാൻ കേക്കൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? സി, കേക്കും ഗിഫ്റ്റും എല്ലാം ഇവിടെ നിർത്തിക്കണം. ഒരുപാട് ഡെക്കറേഷനൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എനിക്ക് സുഖം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച അത്ര പരിപാടിയൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് ബലൂൺസൊക്കെ മാത്രം തൂക്കി വെച്ചുകൊള്ളും. പിന്നെ കുഴപ്പമില്ല. പിന്നെ കേക്ക് ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടു. ഇനിയിപ്പോൾ കാക്കു വരുന്ന സമയത്ത് ബത്തപ്പെട്ട് എടുത്തിട്ട് കൊളാവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇവിടെ ഉള്ള ഗിഫ്റ്റ് മൊത്തം ഇൻ്റെതൊന്നുമല്ല. ഇതിൽ എൻ്റെ ഗിഫ്റ്റ് ഏതൊക്കെയാണ്, കാക്കുവിൻ്റെ ബ്രദറിൻ്റെ കുറച്ച് ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഓൻ തന്ന ഗിഫ്റ്റ് ഏതാണ്, എൻ്റെ ഗിഫ്റ്റ് ഏതാണെന്നൊക്കെ ഉള്ളത് കാക്കു വന്നിട്ട് കാക്കുവിന് കൊടുക്കുമ്പോൾ ഒരുമിച്ചിട്ട് പറയാം. അതിൽ എൻ്റെ ഒരു ഗിഫ്റ്റ് പാളിപ്പോയ കഥയൊക്കെ ഉണ്ട്, അതിൻ്റെ സർപ്രൈസൊക്കെ പൊളിഞ്ഞ കഥയൊക്കെ ഉണ്ട്. അത് വേറെയാണ്, കോമഡിയാണ്. മതി. എനിക്കറിയാം കാക്കു ഇതൊക്കെ എക്സ്പെക്ട് ചെയ്ത് കാണാൻ തന്നെ കാരണം വരുന്നത് എന്നൊക്കെ എനിക്കറിയാം. കാക്കുവിന് ഇതൊന്നും വലിയ സർപ്രൈസ് ആലോന്ന് എനിക്കറിയാം. എന്നാലും എനിക്ക് വെറുതെ ഒരു ടെൻഷൻ വരും ഈ ഒരു അവസരത്തിൽ. ഇങ്ങനെ ഈ ഒരു ലാസ്റ്റ് മൊമെൻ്റ് എത്തുമ്പോൾ എനിക്ക് കുറച്ച് അങ്ങനെ ഒരു സാധനം വരും. അപ്പം ഇനി കാക്കു 12 മണി കഴിഞ്ഞിട്ടാണോ വരിക, അതിന് മുന്നേ വരുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞാൻ വീഡിയോ കാക്കു വരുമ്പോഴുള്ള എക്സ്പ്രഷനൊന്നും ഉണ്ടാവില്ല, എന്നാലും വീഡിയോ കിട്ടുമോ നോക്കട്ടെ. നല്ല വീഡിയോ ആണെങ്കിൽ ഞാനിതിൽ പെടുത്തിട്ട് കാക്കു വരുമ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ വെയിറ്റ് ചെയ്യാം. വാ തുറന്ന് വാവേ. ഹാപ്പി ബർത്ത്ഡേ കാക്കു. താഴെ പിടിക്കല്ലെങ്കിൽ പൊട്ടോ. ഞാൻ ഉണ്ടാക്കിയതാ സ്വന്തം. ഞാനല്ല, അത് ചിഞ്ചുവാണ്. നോക്ക്, ചിഞ്ചു ഗിഫ്റ്റ്. താങ്ക് യു ചിഞ്ചു ഫോർ ദ വാല്യുബിൾ ഗിഫ്റ്റ്. ഇതാണ് എന്റെ കവറ്. ഇതെന്താ സാധനം? ഇത് ചോദിച്ച ഷൂസ്. ഗൈസ്, ഇതെനിക്ക് എന്റെ വൈഫ് സർപ്രൈസ് തന്നതാണ്, പക്ഷെ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. പിന്നെ ജോർദാന്റെ ഷൂസ് ആണ്, നൈക്കി എയർ ഷൂ. താങ്ക്സ് ഫോർ ദ ഗിഫ്റ്റ്. വെൽക്കം. പക്ഷെ ഗിഫ്റ്റ് കൊടുന്ന ആൾ എന്റെ കയ്യിലാണ് തന്നത് 2 ആഴ്ച മുന്നേ. അത് നൈസായിട്ട് പാളിപ്പോയി. ബട്ട് സ്റ്റിൽ
താങ്ക് യു വെരി മച്ച്. എന്താണ് കാക്കുവിന് വേറെ ഗിഫ്റ്റ്? ഇത് ഒരു കൊല്ലത്തിൽ എത്ര ബർത്ത്ഡേ ഉണ്ട്? ഡ്രസ്സോ കൊറേ ഉണ്ടല്ലോ. ഇതൊക്കെ എപ്പോ പോയിട്ട് എടുത്ത്? ഈ കുപ്പാക്ക് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്, ഈ പാന്റ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. പക്ഷെ ഇത് ഇടുന്ന ആള് ഫുള്ള് ഓണാണ്. ഇനി ആർക്കും തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇനിയും സ്വീകരിക്കുന്നതാണ്. You can just wish me a belated wishes. No worries. Thank you. ഇത് നമ്മൾ പ്രത്യേകം എടുത്ത് പറയണം. എന്റെ വൈഫിന്റെ കഴിവ് കണ്ടോളി. ഓക്കെ. കാക്കു ആ കേക്ക് മുറിക്കാൻ അങ്ങോട്ട് വാ. കത്തി ഇവിടെ ഉണ്ട്. മറ്റേ തീ ഇങ്ങനെ കത്തണതൊക്കെ ഉണ്ട്, പിന്നെ വേണ്ട. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി കട്ടിക്കത് വെട്ടണ പൊട്ട. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ കാക്കു. താങ്ക് യു. കഷ്ടപ്പെട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് എനിക്ക് ആകെ 21 വയസ്സുണ്ടായിട്ടുള്ളൂ. ഇനി എത്ര ബർത്ത്ഡേകൾ വരാൻ കിടക്കുന്നുണ്ട്? അത് ശരിയാണ്. എന്ത് ചെയ്യൂ? ഇതൊരു ബാധ്യതയോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ കാക്കു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ തരാം കാക്കുന് ഫസ്റ്റ്. കാക്കുന് ഇനി ഒരു 100 കൊല്ലം ഇല്ലെങ്കിൽ ഒരു 80 കൊല്ലം കൂടി ജീവിക്കാൻ പറ്റട്ടെ. എന്തൊരു പേര് പറഞ്ഞോളൂ. അങ്ങനെ കാക്കുന് വീണ്ടും പ്രായം കൂടി മൂത്ത് നരച്ചിരിക്കുകയാണ് വയസ്സ്. എന്നാലും ബുദ്ധി 3 വയസ്സായ കുട്ടികളെ ബുദ്ധിയുള്ളൂ. അത് വേറെ കാര്യം. നല്ല തോന്നും. കാക്കു അറിയാലോ തോന്നൂലെന്ന്. ബിസ്ക്കറ്റ് ഉണ്ടോ കേക്കില്? കാക്കുടെ ബർത്ത്ഡേ ആയിട്ട് എന്താണ് ഓഡിയൻസിനടുത്ത് പറയാനുള്ളത്? പറയൂ. ഓഡിയൻസിനടുത്ത് പറയാനുള്ളത് പിന്നെ ബർത്ത്ഡേ ഞാൻ അധികം ഒന്നും ആഘോഷിക്കാറില്ല. ഫ്രണ്ട്സിനെ കൂടെ ആഘോഷിക്കാറുണ്ട്. ഗിഫ്റ്റുകളെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത്ര അധികം ഗിഫ്റ്റ് കിട്ടുന്ന ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് ഇവളുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നാട്ടിലായിരുന്നു. അതിന്റെ ഒരു കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഒരു പിന്നെ സെലിബ്രേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിന്റെ ഒരു കുറവ് ഈ വർഷം നികത്തിയിട്ടുണ്ട്. അപ്പൊ അടുത്ത വർഷം ഇനിയും ഇതിനും മുകളിൽ ബർത്ത്ഡേ പരിപാടി ഗിഫ്റ്റുകളും പിന്നെ ഇതിലേറെ നല്ല സെറ്റപ്പില് ട്രീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ യുവർ എഫോർട്ട് ആൻഡ് ദിസ് വൺ ഈസ് റിയലി അമേസിംഗ്. ഇംഗ്ലീഷ് പോയി കുഞ്ഞു ആ കേക്ക് തിന്നയിച്ച. അപ്പൊ അത്രയുള്ള ബർത്ത്ഡേ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓക്കെ, ബൈ ബൈ.